നിങ്ങൾക്ക് സമാധാനം. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒത്തിരി കാഴ്ചകൾ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒത്തിരി പേര് ലോകത്തുനിന്ന് മാറ്റപ്പെട്ട സംഭവ ചരിത്രമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ സംഭവിച്ചത്. ഒത്തിരി കുടുംബങ്ങൾ അനാഥമായി, ഒത്തിരി പേരുടെ ബന്ധങ്ങളൊക്കെ നഷ്ടമായി. ഈ ശവസംസ്കാര സമയത്ത് ഈ ഭൗതിക ശരീരങ്ങൾ സംസ്കരിക്കുവാൻ കഴിയാതെ വലിയ ക്യൂകൾ സെമിട്രികളിലൊക്കെ കാണാനായിട്ടിടയായി തീർന്നു. ഒരിക്കൽ ഒരു ബാലൻ തൻ്റെ അനുജന്റെ ഭൗതിക ശരീരവും ഇങ്ങനെ ചുമലിൽ കയറ്റി ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച, അത് നമുക്ക് വേദനാജനകമായ ഒരു കാഴ്ചയാണ്. സൈനികർ വന്ന് പല പ്രാവശ്യം പറഞ്ഞു, കുഞ്ഞെ നീ ക്യൂ നിൽക്കണ്ട, ഈ ഭാരമേന്തി നീ നിൽക്കുകയാണല്ലോ, നീ മാറി നിന്നോ, നിനക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ ബാലൻ മിണ്ടിയില്ല. അതിനുശേഷം വീണ്ടും പലതവണ കഴിഞ്ഞ് ഈ സൈനികൻ വന്ന് പറഞ്ഞു, നീ പോയിരുന്നോ, നീ റെസ്റ്റ് എടുത്തോ, നിന്റെ ടേൺ ആകുമ്പോൾ ഞാൻ വന്ന് പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞു. ഈ ബാലൻ പോയില്ല. വീണ്ടും പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടും ഈ ബാലൻ പോവാതെ തിരിഞ്ഞ് സൈനികനെ നോക്കി ബാലൻ ഒരു കാര്യം പറഞ്ഞു, മൈ ബ്രദർ ഈസ് നോട്ട് ഹെവി ഫോർ മീ. നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു വാക്കാണ് ആ ബാലൻ പറഞ്ഞത്. എൻ്റെ സഹോദരൻ എനിക്ക് ഭാരമല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾക്കൊക്കെ ഇങ്ങനെ അതിർവരമ്പുകൾ ഉണ്ടാക്കുമ്പോൾ പ്രിയ സഹോദരനെ തോളിലേന്തി ഇങ്ങനെ മണിക്കൂറുകൾ ഒരിറ്റ് കണ്ണുനീര് വീഴാതെ, ഒന്ന് വേദനിക്കാതെ സന്തോഷത്തോടെ ആ വേദന താങ്ങിയ ആ മകൻ നമുക്ക് മാതൃകയാണ്. മൈ ബ്രദർ ഈസ് നോട്ട് ഹെവി ഫോർ മീ. എന്തിൻ്റെ പേരിലും ഏതിൻ്റെ പേരിലും നമ്മുടെ ബന്ധങ്ങൾ ഇല്ലാതാകാൻ നമ്മൾ ഇടയാക്കരുത്. അതിന് ദൃഢതയോടെ സൂക്ഷിക്കുവാൻ നമുക്കിടയായി തീരണം.